പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു Tata Blue Scope സ്റ്റീൽ ഉൽപ്പന്നം. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. ബംഗാൾ, രാജസ്ഥാൻ, കർണാടക സംസ്ഥാനങ്ങളിലെ 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആകാംക്ഷ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കില്ല. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് AICC ആസ്ഥാനത്ത് യോഗം ചേരും. ഉത്തർപ്രദേശിൽ മേനക ഗാന്ധി മത്സരിച്ചേക്കും. പിലിഭത്തിൽ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു എന്നാണ് വിവരം. വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കില്ല. ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് പരിഗണിച്ചാണ് തീരുമാനം. റായ്ബറേലിയിൽ നുപുർ ശർമ്മ BJP സ്ഥാനാർത്ഥിയായേക്കും. പ്രവാചകന് എതിരായി പ്രസ്താവന നടത്തി നടപടി നേരിട്ട നേതാവാണ് നുപുർ ശർമ്മ. വിവരങ്ങളുമായി R രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഈ നുപുർ ശർമ്മയെ പരിഗണിക്കുന്നു, അവർ മത്സരിച്ചേക്കും എന്ന വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ മേനക ഗാന്ധിയുടെ കാര്യത്തിലും തീരുമാനമായോ? മനേക ഗാന്ധിക്ക് സീറ്റ് നൽകേണ്ട എന്നൊരു തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നെഹ്റു അനുകൂല വികാരം അത് മുതലെടുക്കുന്നതിന് നെഹ്റു കുടുംബാംഗമായിട്ടുള്ള മനേക ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കുന്നത് ഉചിതമായില്ല എന്ന ഒരു വിലയിരുത്തൽ BJP ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട്. മനേക ഗാന്ധിയുമായിട്ട് BJPയുടെ ഉത്തർപ്രദേശിലെ ഘടകത്തിനുണ്ടായിരുന്ന പരാതികൾ അത് സംബന്ധിച്ച് ഉള്ള വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉത്തർപ്രദേശിലെ സംസ്ഥാന നേതാക്കന്മാരും മനേക ഗാന്ധി ആയിട്ടുള്ള ഒരു ചർച്ചയും നടന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനേക ഗാന്ധിക്ക് പീലിഭത്തിൽ നിന്നും വീണ്ടും സീറ്റ് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ വരുൺ ഗാന്ധിയുടെ കാര്യത്തിൽ ഈ ഇളവ് ബാധകമാകില്ല. വരുൺ ഗാന്ധി സർക്കാരിനെതിരെ, ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി വരുന്ന നിശ്ചിതമായിട്ടുള്ള പരസ്യ വിമർശനങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കാനാണ് തീരുമാനം. ഒരു ഉപാധി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയാണെങ്കിലും ഇനിയുള്ള വരുൺ ഗാന്ധിയുടെ നിലപാടുകൾ അതിനെ ആശ്രയപ്പെടുത്തി പിന്നീട് അദ്ദേഹത്തിന് നൽകേണ്ട സ്ഥാനമാനങ്ങളെ കുറിച്ച് തീരുമാനിക്കാമെന്നൊരു ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനോട് വരുൺ ഗാന്ധി എങ്ങനെ പ്രതികരിച്ചു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. അഥവാ അദ്ദേഹം അത് പരസ്യമായി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയേക്കും. ഏതായാലും മനേക ഗാന്ധിക്ക് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണ രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നൂപൂറിന്റെ കാര്യത്തിൽ നൂപൂർ ഈ പ്രവാചകന് എതിരായ പരാമർശം നടത്തിയ വിഷയത്തിൽ അച്ചടക്ക നടപടി നേരിട്ട ആളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ അവരെ നീക്കി നിർത്തിയിരുന്നു. പക്ഷേ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു തീപ്പൊരി നേതാവ് എന്ന ഇമേജ് നൂപൂറിന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് റായ്ബറേലിയിൽ നൂപൂറിനെ ഇറക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് BJP ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അമേഠിയിൽ സ്മൃതി ഇറാനിയെ മുൻനിർത്തി BJP നടത്തിയ നീക്കങ്ങൾ അത് വിജയം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ട് പ്രിയങ്ക ഗാന്ധിയാണ് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുകയെങ്കിൽ അവിടെ ഒരു തീപ്പൊരി നേതാവ് എന്ന രീതിയിൽ നൂപൂർ ശർമ്മയ്ക്ക് ചിലത് ചെയ്യാൻ സാധിക്കും എന്ന് BJP കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അദിതി സിംഗിനെയാണ് ഈ സ്ഥാനത്തേക്ക് റായ്ബറേലിയിൽ പരിഗണിച്ചിരുന്നത്. പക്ഷേ അദിതി നെഹ്റു കുടുംബവുമായിട്ടും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ പോലും വളരെ അടുത്ത ബന്ധം പുലർത്തിയ ആളാണ്. ആ ഒരു ഇമേജ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ MLA എന്ന രീതിയിൽ അവരുടെ സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ട എന്നൊരു തീരുമാനമാണ് BJP കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിരിക്കും നൂപൂർ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ഉത്തർപ്രദേശിലെ പീലിഭത്തിൽ മേനക ഗാന്ധി മത്സരിച്ചേക്കും. ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചക നിന്ദ വലിയ വിവാദമായ സംഭവമായിരുന്നു. പ്രവാചക നിന്ദ നടത്തിയ നുപുർ ശർമ്മ BJP സ്ഥാനാർത്ഥിയായേക്കും എന്നും വാർത്തകൾ വരുന്നു. R രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഇഡിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഇഡി ഇതുവരെ അയച്ച 9 സമൻസുകളും ചോദ്യം ചെയ്താണ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. സമൻസുകൾ നിയമവിരുദ്ധമാണ് എന്ന് ഹർജിയിൽ പറയുന്നു. ഇഡിയുടെ പരാതിയെ തുടർന്നുള്ള കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സെഷൻസ് കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്.
ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കൈത്ത്, മനോജ് ജെയിൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വാഹനാപകടത്തിൽ 4 പേർ മരിച്ച മാങ്കുളം പേമരം വളവിൽ ഇതുവരെ അപകടത്തിൽപ്പെട്ടത് 10 വാഹനങ്ങൾ. സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപ്പിലായില്ല. കുത്തനെയുള്ള ഇറക്കത്തിൽ ട്രാവലറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഒരു സ്ഥിരം അപകട മേഖലയായിട്ട് പോലും ഈ അപകടം കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ അധികൃതർ ഒരുക്കിയില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഗോപിക, നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇന്നലെ 4 പേരുടെ ജീവൻ എടുക്കാനിടയായ അപകടം നടന്നത്. ഈ വളവിലാണ് ഈ പറയുന്ന ആളുകൾ പലതവണ പരാതിപ്പെട്ടിട്ടുള്ള വളവുള്ളത്. ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്രാഷ് ഗാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വളവ് അത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു വളവാണ്, ഒരു ഇറക്കം കൂടിയാണ്. ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഈ ഒരു അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് 10 തവണ ഇവിടെ വാഹനങ്ങൾ മറിഞ്ഞിട്ടുണ്ട്. അതിൽ 4 തവണ ട്രാവലർ തന്നെയാണ് മറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതാദ്യമായാണ് ഇത്തരം 4 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വേഗത്തിൽ വന്ന ഈ ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ക്രാഷ് ബാരിയറുകൾ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഈ 30 അടി താഴ്ചയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ഈ ട്രാവലർ അവിടെ ചെന്ന് ഭയങ്കര തീവ്രമായിട്ടൊരു മരത്തിൽ ഇടിച്ച് തകർന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിൽ 14 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ടീം കൂടി ഉണ്ടായിരുന്നു. അവർ പുറകിലുള്ള വേറൊരു വണ്ടിയിലായിരുന്നു. അവർ തന്നെയാണ് ഈ വാഹനം നിർത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയും ആദ്യത്തെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. പിന്നീട് നാട്ടുകാർ കൂടുകയും ഇവരെ പല വാഹനങ്ങളിലായി കയറ്റി ആശുപത്രിയിലേക്ക്, അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും ഈ മരിച്ച 4 പേരുടെയും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത് വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടുന്ന് ആശുപത്രിയിലേക്ക് എത്താൻ എടുത്ത സമയമാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ 4 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ വളവിനെ പറ്റി ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ പലതവണ ഈ നാട്ടുകാർ ആവർത്തിച്ചിട്ടുള്ളതാണ് ഈ റോഡിന്റെ അപകട സ്ഥിതി മാറ്റണം, അല്ലെങ്കിൽ ഈ റോഡിന്റെ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അത് പരിഹരിക്കണം എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിൻ്റെ ഒരു പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് താനും. എന്തായാലും 4 പേരുടെ ജീവൻ എടുക്കുന്ന, അല്ലെങ്കിൽ ജീവൻ പോകുന്ന ഒരു അപകടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും സുരക്ഷിതമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അപകടത്തിൽ പരിക്കേറ്റവരെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 പേരാണ് ഇന്നലെ ഈ അപകടത്തിൽ പരിക്കേറ്റത്. ആ പരിക്കേറ്റ ആളുകൾ, അതിൽ 4 പേര് തമിഴ്നാട്ടിൽ തേനിയിലും മധുരയിലുമായിട്ടാണ് ചികിത്സ. ബാക്കിയുള്ളവർ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലും കഴിയുകയാണ്. അവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. അയാളുടെ പരിക്ക് അയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിയും ഉണ്ടാകും എന്നറിയുന്നുണ്ട്. ഇടുക്കി മാങ്കുളം പേമരം വളവിൽ കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒരു സ്ഥിരം അപകട മേഖലയാണ് ഇത്. ഇവിടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് ദേഹത്തേക്ക് തെറിച്ചു വീണ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വീടിന് സമീപത്തെ ശ്മശാനത്തിൽ ഉച്ചയോടെയാണ് സംസ്കാരം. മൃതദേഹം രാവിലെ 8 മണിക്ക് അനന്തു പഠിച്ച കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. ഇന്നലെ വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിരുന്നു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു 27-കാരനായ അനന്തു. 4 ദിവസം പിന്നിട്ടിട്ടും ആലുവയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടികൂടാനായില്ല. തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികളെന്നാണ് സൂചന. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പ്രതികൾക്ക് വാഹനം വാടകയ്ക്ക് എടുത്തു നൽകിയ ആളെ ഇന്നലെ പിടികൂടിയിരുന്നു. ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 2 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയത്. കോഴിക്കോട് പേരാമ്പ്ര അനു വധക്കേസിൽ പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. പ്രതിയെ ഇന്നലെ ബൈക്ക് മോഷ്ടിച്ച കണ്ണൂരിലെ മട്ടന്നൂരിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇന്ന് കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തേക്കും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലായിരിക്കും തെളിവെടുപ്പ്. അനുവിന്റെ ആഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടിയിലെത്തിച്ചും തെളിവെടുക്കും. 4 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഉത്സവത്തിനിടെ RSS പ്രവർത്തകന് കുത്തേറ്റു. RSS മണ്ഡൽ കാര്യവാഹക് വിഷ്ണുവിനാണ് കുത്തേറ്റത്. കാഞ്ഞിരവിള ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെയായിരുന്നു ആക്രമണം. രാഷ്ട്രീയ വൈരാഗ്യം ആണ് എന്നാണ് സംശയം. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണോ മനസ്സിലാക്കുന്നത്? ഗോപിക, അത്തരം കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ രാഷ്ട്രീയ വൈരാഗ്യമാക്കാനുള്ള സാധ്യത ഒട്ടും കുറവല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ അമ്പലത്തിൻകാല ഈ ഭാഗത്താണ്. അതായത് ഈ കാഞ്ഞിരകുളം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്, ഒരു 200 മീറ്ററിനടുത്താണ്. ഈ ഭാഗത്തു നിന്നാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ ഘോഷയാത്ര കടന്നു വരുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇയാൾ ഈ RSS മണ്ഡലം കാര്യവാഹകാണ്, വിഷ്ണു എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ പേര്. ഇയാൾ ഇവിടെ ഈ വണ്ടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ ചെറിയ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. പോലീസ് ഈ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നുള്ളത് സംശയമുണ്ട്. അതായത് നേരത്തെയും ഇത്തരത്തിൽ ഇയാൾക്ക് ഇത്തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിലും ഈ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. ഈ ഭാഗത്ത് വെച്ചാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ കിടക്കുന്ന ഈ ടൈൽസിന്റെ ഒരു മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് പിന്നിൽ നിന്നാണ് ഈ യുവാവിനെ ആക്രമിച്ചത്. യുവാവിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ്. ഈ നെയ്യാർ മെഡിസിറ്റിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ യുവാവ്. ഏതായാലും ഈ കഴുത്തിനും ഈ പുറത്ത് ഈ ശരീരത്തിന്റെ പുറം ഭാഗത്തിനുമാണ് ഏറ്റവും കൂടുതൽ കുത്തേറ്റിട്ടുള്ളത്. നിലവിൽ തൃപ്തികരമാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അടക്കം അറിയിക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയുന്നില്ല. കാരണം ഇത്തരത്തിൽ ഈ DYFI BJP സംഘർഷങ്ങൾ നിലവിൽ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളത്. ഇന്നലെ ഈ കാഞ്ഞിരകുളം ക്ഷേത്രത്തിലെ ഘോഷയാത്രക്കിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും കാട്ടാക്കട DYSPയുടെ കീഴിലുള്ള വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ ഗോപിക. തിരുവനന്തപുരം കാട്ടാക്കടയിലായിരുന്നു ഉത്സവത്തിനിടെ RSS പ്രവർത്തകന് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസമാണ് കുത്തേറ്റത്. കത്തിക്കുത്തായിരുന്നില്ല, ടൈൽസിന്റെ ഒരു ഭാഗം കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. RSS മണ്ഡൽ കാര്യവാഹക് വിഷ്ണുവിനാണ് കുത്തേറ്റത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്. കുന്നംകുളം ചിറളയം പൂരത്തിനിടെ സംഘർഷം, 5 പേർക്ക് വെട്ടേറ്റു. ചിറളയം സ്വദേശികളായ ഷൈൻസി ജോസ്, ലിയോ, വൈശ്ശേരി സ്വദേശികളായ ജിനീഷ് രാജ്, ജെറിൻ, നെബു എന്നിവർക്കാണ് വെട്ടേറ്റത്. 2 പൂരാഘോഷ കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. മോൻസൺ മാവുങ്കൽ പ്രതിയായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പരാതിക്കാർ ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകും. ഹവാല ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മോൻസനുമായി നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ പരാതിക്കാർ EDക്ക് കൈമാറും. മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP YR അസ്റ്റവുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പരാതിക്കാർ കൈമാറും. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിധി ഇന്ന്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 2017 മാർച്ച് 20 പ്രതികളായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവർ മദ്രസ അധ്യാപകനായ മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. ജാമ്യം ലഭിക്കാത്തതിനാൽ 3 പ്രതികളും കഴിഞ്ഞ 7 വർഷമായി ജയിലിലാണ്. ജഡ്ജിമാരുടെ സ്ഥലം മാറ്റവും കോവിഡും കാരണം നിരവധി തവണയാണ് കേസ് മാറ്റിവെച്ചത്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ വ്രതം ആരംഭിച്ചതോടെ കാസർകോട്ടെ പള്ളികളിൽ പ്രസിദ്ധം നെയ്ക്കഞ്ഞിയാണ്. നെയ്യും തേങ്ങയും ഒക്കെ ഇട്ട് തയ്യാറാക്കുന്ന കഞ്ഞി വാങ്ങാൻ നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തുന്നത്. നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴേക്കും യാത്രക്കാർക്ക് പഴങ്ങളും നൽകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കാസർഗോഡ് തെരുവത്ത് പള്ളി. വൈകിട്ടുള്ള അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ പിന്നെ കൊച്ചു കുട്ടികൾ മുതൽ പാത്രവുമായി പള്ളിയിലേക്കെത്തും. നോമ്പു തുറയ്ക്ക് പള്ളിയിൽ നിന്ന് നൽകുന്ന കഞ്ഞി വാങ്ങുകയാണ് ലക്ഷ്യം. പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് കഞ്ഞി വെള്ളം വേണ്ടി തുടങ്ങിയതാണ്.
ഇപ്പോൾ എല്ലാവരും ഇത് ചീർണിയായിട്ട് കഴിക്കലുണ്ട്. അൽഹംദുലില്ലാ, ഇത് കഴിച്ചവർക്ക് ഇന്നുകൊണ്ട് ചിഫർക്ക് സുഖമില്ലാത്തവർക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കലുണ്ട്. അതിൽ സുഖം കിട്ടാന്ന് പോകുന്നുണ്ട്. 75 വർഷത്തോളമായി ഇവിടെ വിശന്നു വരുന്നവർക്കായി കഞ്ഞി വിതരണം തുടങ്ങിയിട്ട്. ആദ്യം പുഴുക്കലരിയും തേങ്ങയും മാത്രമിട്ട് തയ്യാറാക്കിയ കഞ്ഞി 15 വർഷങ്ങൾക്ക് മുൻപ് നെയ്യും തേങ്ങയും പയറും ജീരകവുമൊക്കെ ഇട്ട് മാറ്റങ്ങൾ വരുത്തി. നെയ്ക്കഞ്ഞ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ മറ്റുള്ള പള്ളികളുണ്ട്, അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റോടു കൂടിയാണ് കൊടുക്കുന്നത്. അതാണ് എല്ലാവരും കാസർഗോഡ് ഏകദേശം ആൾക്കാരുടെ ഇവിടെ വന്നിട്ട് കഞ്ഞി വാങ്ങുന്നുണ്ട്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് നോമ്പ് തുറക്കായി പഴങ്ങളും തെരുവത്ത് പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കാസർഗോഡ്. ഇനി IPL ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ വിശദമായി പരിശോധിക്കുന്ന സെഗ്മെന്റിലേക്കാണ്. ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ച് അറിയാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. IPL തുടക്കം മുതൽ കളിക്കുന്നുണ്ടെങ്കിലും ഇന്നേ വരെ കിരീടം നേടാനാവാത്ത ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. ടീമിന്റെ പേരും ലോഗോയും കളിക്കാരെയും ക്യാപ്റ്റന്മാരെയും പലകുറി മാറ്റിയെങ്കിലും കപ്പ് മാത്രം അകലെയാണ്. 17ാം സീസണിലെങ്കിലും ആ നാണക്കേട് മാറ്റാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. ഋഷഭ് പന്തിന്റെ മടങ്ങിവരവാണ് ഡൽഹി ക്യാപിറ്റൽസിലെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കളത്തിലേക്ക് തിരിച്ചു വന്ന പന്ത് ടീമിനെയും അവിശ്വസനീയ നേട്ടങ്ങളിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. ഡേവിഡ് വാർണർ, മിച്ചൽ മാർഷ്, ഇതിനപ്പുറത്തേക്ക് ബാറ്റിംഗ് നിരയിൽ വമ്പൻ പേരുകളില്ലാത്തത് പോരായ്മയാണ്. വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ ശ്രദ്ധ നേടിയ ഓസ്ട്രേലിയൻ താരം ജേക്ക് ഫ്രേസർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് പരിശീലകൻ റിക്കി പോണ്ടിംഗ്. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് സ്പിൻ ജോഡിയെക്കുറിച്ച് ആശങ്കകളില്ല. എന്നാൽ ആൻഡ്രിക് നോർക്കിയയ്ക്ക് അപ്പുറത്തേക്ക് പേസ് നിരയിൽ വിശ്വസ്തരില്ലാത്തത് തിരിച്ചടിയാണ്. റിക്കി പോണ്ടിംഗ്, ഋഷഭ് പന്ത് കൂട്ടുകെട്ട് അത്ഭുതങ്ങൾ തീർക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഡൽഹിയുടെ ആരാധകർ. സൗഹൃദ മത്സരങ്ങൾക്കായി അർജന്റീനിയൻ ടീം പരിശീലനം തുടരുകയാണ്. അമേരിക്കയിൽ ശനിയാഴ്ച എൽ സാൽവദോറിനും 27-ന് കോസ്റ്ററിക്കയ്ക്കും എതിരെയാണ് അർജന്റീനയുടെ മത്സരങ്ങൾ. പരുക്കേറ്റ ലിയോണൽ മെസ്സിയും പൗലോ ഡിബാലയും ഇല്ലാതെയാണ് അർജന്റീന മത്സരങ്ങൾക്ക് ഇറങ്ങുന്നത്. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ആദ്യ റൗണ്ടിൽ ജയം ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, കെ ശ്രീകാന്ത്, മലയാളി താരം കിരൺ ജോർജിനും, വനിതാ സിംഗിൾസിൽ PV സിന്ധുവിനും, വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ, താനുഷ സഖ്യത്തിനും മത്സരമുണ്ട്. സൗദിയിൽ വിദേശ നിക്ഷേപകരെ സൗദി പൗരന്മാരെ പോലെ കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം വ്യക്തമാക്കി. വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗദിയിൽ വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ വിദേശ നിക്ഷേപകരെ സൗദികളെ പോലെ കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. സൗദിവൽക്കരണ പദ്ധതിയായ നിതാഖാത്തിൽ സ്വദേശിവൽക്കരണത്തിന്റെ ശതമാനം കണക്കാക്കുമ്പോൾ വിദേശ നിക്ഷേപകരെ സൗദിയായി പരിഗണിക്കും. ഇതിനു പുറമെ നിതാഖാത്ത് പ്രകാരം സൗദികളായി കണക്കാക്കപ്പെടുന്ന വിദേശികൾ വേറെയുമുണ്ട്. സൗദി വനിതകൾക്ക് വിദേശ ഭർത്താക്കന്മാരിൽ ജനിച്ച മക്കൾ, സൗദി പൗരന്മാരുടെ വിദേശിയായ മാതാവ്, വിദേശിയായ വിധവ എന്നിവർ ഇതിൽപ്പെടും. കുടിയിറക്കപ്പെട്ട ഗോത്രങ്ങളിൽപ്പെട്ടവർ, മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർ, ഗൾഫിലെ കായിക താരങ്ങൾ എന്നിവരെയും സൗദിവൽക്കരണ പദ്ധതി പ്രകാരം സൗദികളായി പരിഗണിക്കും. സൗദിവൽക്കരണത്തിന്റെ അനുപാതം കണക്കാക്കുമ്പോൾ ചില പ്രവാസികളെ കുറഞ്ഞ അനുപാതത്തിൽ കണക്കാക്കുമെന്നും ഖിവ വ്യക്തമാക്കി. ഈജിപ്ഷ്യൻ പാസ്പോർട്ടുള്ള പലസ്തീനികളെ സാധാരണ വിദേശ തൊഴിലാളിയുടെ 25% എന്ന നിലയിലായിരിക്കും കണക്കാക്കുക. അതായത് ഒരു വിദേശ തൊഴിലാളിയെ ജോലിക്ക് വെക്കുന്നതിന് പകരം 4 പലസ്തീനികളെ ജോലിക്ക് വെക്കാം. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിലെ ദമാമിൽ നിന്ന് കണ്ണൂരിലേക്ക് പറക്കാനൊരുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. മെയ് 2 മുതലാണ് സർവീസുകൾ. ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉണ്ടാവുക. ഏറെ മാസക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള നേരിട്ടുള്ള സർവീസിന് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പച്ചക്കൊടി വീശിയിരിക്കുന്നത്.
സർവീസ് തുടങ്ങുന്നതാകട്ടെ സ്കൂൾ വെക്കേഷൻ അവധിക്കാലമായതിനാൽ ദമാമിലുള്ള കണ്ണൂർ എയർപോർട്ടിനെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കും ഏറെ സന്തോഷം പകരുന്നതാണ് ഈ വാർത്ത. നേരത്തെ ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് ഗോഫസ്റ്റ് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗോഫസ്റ്റിൻ്റെ വിമാന സർവീസുകൾ പൂർണ്ണമായും നിലച്ചതോടെ ദമാമിലെ കണ്ണൂരുകാർക്കും നേരിട്ടുള്ള വിമാന സർവീസ് ഇല്ലാതായി. ഇതോടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ കോഴിക്കോട്, മംഗലാപുരം വിമാനത്താവളങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. തീർച്ചയായും എയർ ഇന്ത്യയുടെ പുതിയ സർവീസ് ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള പ്രവാസികൾക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. കഴിഞ്ഞ വർഷം ഗോ എയർ നിർത്തിവെച്ചതിന് ശേഷം ഒരു വർഷത്തോളം കാത്തിരിപ്പിന് ശേഷമാണ് ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള പ്രവാസികൾക്ക് ഈ ശുഭകരമായ നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള സ്കൂൾ വെക്കേഷനും ഏറെ ആശ്വാസം പകരുന്നതാണ് പുതിയ സർവീസ്. അതിനെ കണ്ണൂർ ജില്ലയിലെ പ്രവാസികൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മെയ് 2 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദമാമിൽ നിന്നും ആഴ്ചയിൽ 3 സർവീസുകളാണ് ആരംഭിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 8:30 ദമാം കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 3:45 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 2 മുതൽ ആരംഭിക്കുന്ന വിമാന സർവീസിൻ്റെ ടിക്കറ്റ് വിൽപ്പനയും ഇതിനകം ആരംഭിച്ചു. തുടക്കത്തിൽ 500 റിയാലിന് താഴെയാണ് വൺ വേ യാത്ര നിരക്ക്. എന്തായാലും മെയ് 2 മുതൽ നേരിട്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പറക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷത്തിലാണ് ദമാമിലെ കണ്ണൂരുകാർ. കോഴിക്കോട്ട് ഇറങ്ങി നമ്മുടെ കണ്ണൂരിൽ എത്താന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത്തവണ കണ്ണൂരിലേക്ക് നേരിട്ട് ഇറങ്ങാന്നുള്ള ഒരു സന്തോഷത്തിലാണ്. സുബൈറുദ്ദീനൂർ, 24 ദമാം. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് UAE മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സപ്പ് സന്ദേശം. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ ഉൾപ്പെടെ മറ്റ് രാജ്യക്കാർക്കും സന്ദേശമെത്തി. എങ്ങനെ ഇത്തരമൊരു സന്ദേശമെത്തിയെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. വികസിത ഭാരത് സമ്പർക്ക് എന്ന പേരിൽ ഒരു ഇന്ത്യൻ നമ്പറിൽ നിന്നാണ് ഈ ഒരു സന്ദേശം പലർക്കും ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒപ്പോടുകൂടി PDF ഫോർമാറ്റിലാണ് ഈ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരുൾപ്പെടെ വ്യക്തമാക്കിയാണ് സന്ദേശം. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്, GST നടപ്പാക്കിയത് എന്നിവയും സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം ആളുകളോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായാണ് കത്ത് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ സ്വദേശികൾ ഉൾപ്പെടെ മറ്റു രാജ്യക്കാരായ ചില ആളുകൾക്കും ഈ സന്ദേശം ലഭിച്ചു എന്നതാണ് കൗതുകകരം. ये इंडिया का मैसेज है, जबकि मेरी नेशनलिटी पाकिस्तान है, तो ये मुझे क्यों रिसीव हुआ है उसके मैंने सोचा ये मैंने उसी टाइम उस नंबर को ब्लॉक कर दिया. लेकिन अभी मुझे पता लगा कि ये कुछ इंडिया गवर्नमेंट का कुछ इसका सर्वे चल रहा है, तो ये मैं आपको दिखाता हूँ. ये पाकिस्तानी नेशनल को ये लोग क्यों भेज रहे हैं इसलिए. പലരും ആദ്യമൊക്കെ വ്യാജ സന്ദേശമാണെന്ന് കരുതി ഒഴിവാക്കിയെങ്കിലും എല്ലാവർക്കും ഒരുപോലെ സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഫൈക്കെന്ന് വിചാരിച്ചിന്. പക്ഷെ അതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല എന്താന്ന്. എൻ്റെ ഇതൊരു UAE നമ്പറാണ്. എങ്ങനെ മെസ്സേജ് വന്നതെന്ന് എനിക്കറിയില്ല. UAE-ലുള്ളവർക്ക് UAE-ലെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്ക് എങ്ങനെ ഇന്ത്യയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട സന്ദേശം വന്നു, തങ്ങളുടെ നമ്പറുകൾ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് UAE-ലുള്ള ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് ഈ മെസ്സേജ് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ത്യൻ സർക്കാരിന്റെ നേട്ടങ്ങൾ തന്റെ വാട്സപ്പ് വഴി അറിയാൻ സാധിച്ചതിന്റെ കൗതുകത്തിലാണ് മറ്റു രാജ്യക്കാർ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.